പഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ തെളിഞ്ഞു. മലയാളി വിനോദസഞ്ചാരിയുടെ ക്യാമറയിലാണ് അവിചാരിതമായും അപ്രതീക്ഷിതമായും ഈ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. വെടിവെപ്പുണ്ടായ ദിവസം പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ഈ വെടിവെപ്പ് നടത്തിയ ഭീകരരുടേത് എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത്. പൂനെയിൽ താമസിക്കുന്ന മലയാളിയായ ശ്രീജിത്ത് കുടുംബത്തോടൊപ്പമാണ് കശ്മീർ താഴ്വര സന്ദർശിക്കുന്നതിനായി 18-ാം തീയതി അവിടെ എത്തിയത്. 18 മുതൽ 4 ദിവസത്തോളമാണ് അദ്ദേഹവും കുടുംബവും അവിടെ ചെലവഴിച്ചത്. 18-ാം തീയതി അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഈ വെടിവെപ്പിന്റെ നിർണായകമാവുന്നത്. തൻ്റെ കുട്ടി നൃത്തം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തി. പിന്നിലൂടെ കടന്നുപോയ 2 പേർ ഒരുപക്ഷെ ഈ കേസിൽ ഈ സംഭവങ്ങളിൽ അതിതീവ്രമായ അതിനിർണായകമായ ചില തെളിവുകളായേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. സംഭവങ്ങൾക്ക് ശേഷം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട തീവ്രവാദികളുടെ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോഴാണ് താൻ പകർത്തിയ ഈ ദൃശ്യങ്ങളുടെ സാമ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. ഒരാളെ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ആവും. അപ്പം ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലായിട്ട് നിന്ന് വേറെ സസ്പീഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ 22-ാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്ന്, ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് പുറത്തുവിട്ട 4 ഭീകരകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം സ്കാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് ആ 2 പേരെ കണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെയർ സ്റ്റൈൽ, സ്ട്രക്ചർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് 100% മാച്ച്. പിന്നെ ഫേസ് ഞങ്ങൾ അത്ര എടുത്തുകൊണ്ട് കണ്ട കാരണം വീഡിയോ കാണുന്ന പോലല്ല, ഡെഫിനറ്റ്ലി ഈ 2 പേര് തന്നെ ആയിരുന്നു. തുടർ പരിശോധനയിൽ തീവ്രവാദികളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ തന്നെയാണ് താൻ പകർത്തിയതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുന്നു. അതായത് 18-ാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം 22-ാം തീയതിയാണ് വെടിവെപ്പ് നടക്കുന്നത്. അതിൻ്റെ സാധ്യത ഇങ്ങനെയാണ്. അതായത് ഈ വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീവ്രവാദി സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അത് ഈ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവായി സൂചനകളും നൽകുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ NIA-യുമായി ശ്രീജിത്ത് പങ്കുവച്ചു കഴിഞ്ഞു. ഒപ്പം ഈ ദൃശ്യങ്ങളും കൂടുതൽ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകളും ഒത്തുചേർന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള തീവ്രവാദികളുടെ ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നത്. ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ അതിനിർണായകമാവുന്ന തെളിവുകളായി ഒരുപക്ഷെ ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങൾ മാറിയേക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ കശ്മീർ സന്ദർശനത്തിൽ അദ്ദേഹം പകർത്തിയ കൂടുതൽ ദൃശ്യങ്ങളിലും ഈ തീവ്രവാദികളുടെ മുഖങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനായി ഈ ദൃശ്യങ്ങളും അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് ഉടൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം.